എല്ലാവിധ ലാബ് ടെസ്റ്റുകൾക്കും MHL സ്മാർട്ട് ലാബ്സ്, ദുബായ് റോഡ്, എറിയാട്, ബഹദൂർ മാൾ, കാര ആൻഡ് മാനൂസ് പ്രോപ്പർട്ടീസ്, അസ്മാബി കോളേജ്. കേരളത്തിന്റെ വീരപുത്രൻ മതേതരത്വത്തിന്റെ വെളിച്ചമായി തെളിഞ്ഞു നിൽക്കുമെന്ന് PT കുഞ്ഞുമുഹമ്മദ്. കറുകപ്പാടത്ത് ഫാമിലി വെൽഫെയർ അസോസിയേഷൻ അഴീക്കോട് സാഹിബിന്റെ ജന്മഗൃഹത്തിൽ സംഘടിപ്പിച്ച സാഹിബിന്റെ 80ാം ചരമവാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്രയും ധീരനും സത്യസന്ധനുമായ ഒരാൾ ജീവിച്ചിരുന്നു എന്നത് അഭിമാനമാണെന്നും അതുകൊണ്ട് തന്നെ കേരള ജനത അത്ര വൈകാരികമായാണ് അദ്ദേഹത്തെ കാണുന്നതെന്നും PT കുഞ്ഞുമുഹമ്മദ് പറഞ്ഞു. നമ്മൾ ആലോചിക്കാറുണ്ട് എന്താണ് ഇസ്ലാമിൻ്റെ സംഭാവന എന്ന് ചോദിക്കാം. എല്ലാവരും പറയും ഏകദൈവ വിശ്വാസമൊക്കെ ഇസ്ലാം കൊണ്ടുവന്നതൊന്നുമല്ല, അതിന് എത്രയോ മുമ്പുണ്ട്. ജൂതന്മാരുണ്ട്, ക്രിസ്ത്യാനികൾ, അതിനൊക്കെ എത്രയോ മുമ്പ് ഈജിപ്തിൽ എത്രയോ മുമ്പ്, ആയിരക്കണക്കിന് കൊല്ലം മുമ്പ് അവിടെ ഏകദൈവ വിശ്വാസം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ ദൈവത്തിൻ്റെ പേര് തന്നെ അത്തോം എന്നായിരുന്നു. അതായത് പ്ലസും മൈനസും കൂടി ചേർക്കുന്നതാണ് ദൈവസങ്കല്പമായിട്ട് അവർ കണക്കാക്കിയത് എന്നാണ് പറയുന്നത്. അതാണ് പിന്നീട് ഇസ്ലാമിലൊക്കെ വരുന്ന നന്മയും തിന്മയും ഞാൻ തന്നെയാണെന്ന സിദ്ധാന്തങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈജിപ്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ആശയങ്ങളുടെ ഏകദൈവ മതവിശ്വാസത്തിൻ്റെ ഇതൊക്കെ വരുന്നത്. പക്ഷേ ഇസ്ലാം പറഞ്ഞത് സൃഷ്ടിയെയും സൃഷ്ടാവിനെയും വേർതിരിച്ച ആദ്യത്തെ മതം ഇസ്ലാമാണെന്ന് പറയുന്നത്. സൃഷ്ടിയെ സൃഷ്ടാവിനെയും വേർതിരിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യനിൽ പോലും ഭൂമിക്ക് പ്രത്യേകമായിട്ടുള്ള പരിഗണന ഉണ്ടായിരുന്നു. ദൈവപുത്രന്റെ ജന്മഗ്രഹമായതുകൊണ്ട് അതുപോലും ഇസ്ലാം എടുത്തു കളയുകയും അതും സൃഷ്ടിയാണ് എന്ന് പറയുകയും ചെയ്തു. സൃഷ്ടിയെ അന്വേഷിക്കാൻ എല്ലാ മനുഷ്യർക്കും അവകാശമുണ്ടെന്നും അത് എങ്ങനെയൊക്കെ അന്വേഷിക്കാനും അവകാശമുണ്ടെന്നും പറഞ്ഞത് ഇസ്ലാമാണ്. സൃഷ്ടിയും മുഖ്യ പ്രഭാഷകൻ പ്രൊഫസർ MN കാരശ്ശേരി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ അനുസ്മരിച്ചു. KM മുഹമ്മദ് ഷഫീറിന്റെ പ്രാർത്ഥനയോടെ തുടങ്ങിയ ചടങ്ങിൽ ഡോക്ടർ KK മുഹമ്മദ് യൂസഫ് അധ്യക്ഷത വഹിച്ചു. കുടുംബാംഗം സനീദ് ആസിഫ് അലി രചിക്കുന്ന ഗ്രാഫിക്കും ചിത്രത്തിന്റെ പോസ്റ്റർ പ്രകാശനവും NCC കാഡറ്റ് അംന ഫാത്തിമ എംബ്രോയിഡറിയിൽ തീർത്ത സാഹിബിന്റെ ചിത്രത്തിന്റെ പ്രകാശനവും നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, EK സോമൻ, അബ്ദുൽ വാഹിദ്, സജ്ജാദ് സഫീർ, ഇബ്രാഹിംകുട്ടി, KK സക്കീർ, KG ശ്രീനിവാസൻ ശാന്തി, KK ആസാദ് എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് KK സക്കീർ ഹുസൈൻ സ്വാഗതവും ഡോക്ടർ KK നസീർ നന്ദിയും പറഞ്ഞു.